ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലവ് ആൻഡ് ലൈഫ് ടേൽസ്. അപ്പോൾ നമ്മൾ ഇന്ന് കൊഞ്ചിൻ്റെ വടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കൊഞ്ച് കറിയും തീയലും ഫ്രൈ ഒക്കെ ചെയ്ത് മടുത്തിരിക്കുകയാണെങ്കിൽ ഇതൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു അസൽ ഡിഷ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് കൊഞ്ച് എടുത്തിട്ട് ഒരു 150 ഗ്രാം കൊഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനല്ല, അമ്മയാണ് ഫുൾ പാചകം ഇന്നത്തെ. അപ്പോൾ അമ്മ അതെടുത്ത് ഫസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ക്രഷ് ചെയ്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മുടെ ചോപ്പറിലേക്ക് കുറച്ച് സവാളയും കൂടി ഇട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക കേട്ടോ. ചോപ്പ് ചെയ്ത് അതും മാറ്റിയതിന് ശേഷം പിന്നീട് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് വീണ്ടും അതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക. അപ്പം ഇതൊക്കെ പേസ്റ്റ് പരുവത്തിനാക്കുന്നതിനേക്കാൾ കൂടുതൽ കടിക്കാൻ കിട്ടണ പരുവത്തിലാവുമ്പോഴത്തേക്കും നമുക്കൊരു പ്രത്യേക രുചിയാണല്ലേ കഴിക്കാൻ. പരിപ്പോടൊക്കെ കഴിക്കണ പോലെ അതേ കണക്ക് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് മസാലകൾ ചേർക്കുക കേട്ടോ. ഒരു 1.5 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്കൊരു 1.5 ടീസ്പൂൺ മുളക് പൊടിയും അതേപോലെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യുക. അതിനകത്തേക്ക് നമ്മൾ കടലമാവും കൂടെ ചേർത്ത് കൊടുക്കുക. അത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഓരോരുത്തർക്കും മാവ് കൂടിയിരിക്കുമ്പോൾ ഇഷ്ടമാണ്, കുറഞ്ഞിരിക്കുമ്പോൾ ഇഷ്ടമാണ്. അങ്ങനെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൈകൊണ്ട് തന്നെ നല്ലോണം ഞവിടിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഈ പരിപ്പുവടയുടെ സൈസിൽ അല്ലെങ്കിൽ ഡോണറ്റിൻ്റെ ഷേപ്പിലോ ഒക്കെ ഇട്ട് എണ്ണയ്ക്കകത്തിട്ട് തിരിച്ചും മറിച്ചും വെക്കട്ടെ. ചെറിയ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ചെറിയ ഫ്ലെയിമിലിട്ട് വേവിച്ച് കോരിയെടുക്കുമ്പോൾ ഉണ്ടല്ലോ, അടിപൊളിയാണ്. ഒരു രക്ഷയില്ലാത്ത കൊഞ്ച് വടയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അമ്മയാണ് ഇന്ന് നമ്മുടെ ടേസ്റ്ററും അതുപോലെ ഉണ്ടാക്കിയതൊക്കെ. ഓക്കെ, അപ്പോൾ ടാറ്റ ബൈ, സീ യു.